ഹലോ, കുറേ ദിവസമായിട്ടോ കുറ്റ്യാടി പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൗസ് പീസ് എടുക്കാനുണ്ട്. അപ്പോൾ നല്ല മഴ കേട്ടോ, എന്ന് നോക്കിയിട്ട് അല്ല എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല മഴ, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മഴ ഒന്ന് ലേശം ഒന്ന് കുറഞ്ഞേ കണ്ടപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്കൊരു പകുതിയൊക്കെ ആയപ്പോഴേക്ക് പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും നല്ലൊരു ഫീലാണ് കേട്ടോ ഈ ഒരു മഴയത്ത് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ആ ഒരു മഴ നനഞ്ഞു പോയ ഒരു സമയമല്ലേ, അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഈ ഒരു കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ. നല്ലൊരു ക്ലൈമറ്റ് കുറ്റ്യാടി പോയാൽ അങ്ങനെ നമ്മൾ നേരെ പോയത് പരാഗിലേക്കാണ് കേട്ടോ. പരാഗിലാണ് പിന്നെ ഇഷ്ടം പോലെ നമുക്ക് കട്ട് പീസൊക്കെ കിട്ടണമെങ്കിൽ പരാഗ് തന്നെ പോകണം. പിന്നെ വലിയൊരു നമ്മളെ സാധാ ഷോപ്പിൽ അത്ര ഒരു റേറ്റ് ഇല്ല, പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് കുറ്റ്യാടിയുള്ള പരാഗാണ്. പിന്നെ ബ്ലൗസ് പീസ് മാത്രമല്ല, അപ്പം പിന്നെ ബ്ലൗസ് പീസ് എടുത്ത് കഴിഞ്ഞപ്പോൾ വേറെ എങ്ങനെ തരണം കേട്ടോ. അപ്പോൾ മോളോട് വെച്ചപ്പോൾ മോളുണ്ടായിരുന്നു കൂടെ. മോളോട് വെച്ചപ്പോൾ മോള് പറഞ്ഞു ഈ കുർത്തിക്ക് ഒരു പിന്നെ അല്ല കുർത്തി അടിക്കാൻ ഒരു മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കാണുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് റേറ്റ് വന്നിട്ടുള്ളത് 130 മീറ്ററിന് റേറ്റ് വന്നിട്ട്. ആ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞ് നമുക്കൊന്ന് വെള്ളച്ചാട്ടം കാണാൻ പോയാലോ. അത് നമ്മളെ തൊട്ടിൽപ്പാലം വയനാട് റോഡാണ് കേട്ടോ. അപ്പം മോള് പണ്ട് പിന്നെ 10th കഴിഞ്ഞപ്പോൾ നമ്മൾ +2 ഒരു സ്കൂൾ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഇതും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു സ്കൂൾ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടം. പക്ഷേ ആ ഒരു ടൈമിൽ കയറി നോക്കാനൊന്നൊരു പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കാണാനായിട്ട് വന്നു. അപ്പോൾ ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് മഴയും പെയ്യണം ചായയും കുടിക്കണം, അങ്ങനെ ഒരു എന്താ പറയുക എവിടെയോ ഒരു ലോസ്റ്റ് അത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു ചായയൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു കോൾ പറഞ്ഞിട്ടോ. അപ്പോൾ അവിടുന്ന് ചായയും കടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടവും നോക്കി കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഫീൽ കേട്ടോ, കാരണം എന്നും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും തീരെ ഇറങ്ങുന്നുമില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ല, എന്തായാലും ഒന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ തൊട്ടടുത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും അതും നല്ലൊരു റിലീഫായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറ്റ്യാടിയിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. കുറച്ച് വേറെ സ്കൂളിലേക്കുള്ള സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്കൂളിലേക്ക് മീൻസ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാണല്ലോ, പക്ഷേ എന്തോ പെണ്ണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിലേക്ക് വന്ന് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. കിച്ചണിലേക്കുള്ള ബാസ്ക്കറ്റ്, പിന്നെ ലൂഫ, അങ്ങനത്തെ പല സാധനങ്ങളും വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴി നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കയറി കുറച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു സീൻ കണ്ടത്. കോടൊക്കെ മൂടി കിടക്കുന്ന ഒരു കുറ്റ്യാടീൻ്റെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.